പള്ളൂരുത്തി അഴകിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി നടത്തിയ കൊട്ടാരപ്പറയ്ക്ക് ആയിരങ്ങളെത്തി. അഴകിയക്കാവ് ദേവസ്വം അധികാരി കെ.പി. ശ്രീദേവിന്റെ നേതൃത്വത്തിൽ ആദ്യപ്പറ നിറച്ചു. പള്ളൂരുത്തി അഴകിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കൊട്ടാരപ്പറയ്ക്ക് മുന്നോടിയായിട്ട് ആയിരങ്ങൾ പങ്കെടുത്ത പ്രസാദ ഊട്ട് ആചാരാനുഷ്ഠാനപരമായി നടത്തി. ആനപ്പുറത്തെഴുന്നള്ളിച്ച ഭഗവതിയെ കൊട്ടാരമുറ്റത്ത് ക്ഷേത്രം മേൽശാന്തി കെ. ശ്യാംകുമാറാണ് ഒഴിഞ്ഞു സ്വീകരിച്ചത്. കൊട്ടാരത്തിനുള്ളിൽ നടത്തിയ പൂജയ്ക്കും നേദ്യത്തിനും ശേഷം അഴകിയക്കാവ് ദേവസ്വം അധികാരി കെ.പി. ശ്രീദീപിന്റെ നേതൃത്വത്തിൽ ആദ്യ പറ നിറച്ചു. രാജഭരണകാലത്ത് രാജകുടുംബാംഗങ്ങളാണ് പറ വഴിപാട് സമർപ്പിച്ചിരുന്നത്. രാജഭരണം മാറിയപ്പോൾ കൊട്ടാരം ദേവസ്വം കാര്യാലയമായി മാറിയെങ്കിലും ആചാരങ്ങൾക്ക് മാറ്റമുണ്ടായില്ല. കൊച്ചി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് നിലവിൽ പറ വഴിപാട് നടത്തി വരുന്നത്. കൊട്ടാരം പറയ്ക്ക് ശേഷം ഭഗവതിയെ കൊച്ചി പാഴന്നൂരേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് കൊച്ചി പള്ളിയറക്കാവിലും പറയെടുപ്പുണ്ടായി. മുതലിയാർ ഭാഗം രാമേശ്വരം ശിവക്ഷേത്രത്തിലെ ഇറക്കിയെഴുന്നള്ളിപ്പും നേദ്യവും പറയെടുപ്പും കഴിഞ്ഞ് ഭഗവതിയെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു. ചടങ്ങുകൾക്ക് തൃപ്പൂണിത്തുറ അസിസ്റ്റന്റ് കമ്മീഷണർ എം.ജി. യഹുൽദാസ്, ക്ഷേത്രം അധികാരി കെ.പി. ശ്രീദീപ്, വേണുഗോപാൽ തേവർക്കാട്ട്, വി. ബൈജു, സി.എം. ഷൈൻ, വി.ടി. ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ചു വാങ്ങിക്കോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.